നിൽക്കുന്നുണ്ട് ഇവിടെ വോട്ടിന് വേണ്ടി. രാഹുലിനെ എപ്പോഴും ഞങ്ങൾ കൈവിട്ട് കൊടുക്കില്ല. പാലക്കാടിൻ്റെ MLA പഴയ MLA ഷാഫി പറമ്പ് ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവന്നുണ്ട്. അതിലൊന്നാണ് KSRTC, മെഡിക്കൽ കോളേജ്, സിന്തറ്റിക് ട്രാക്ക്, ഒരുപാട് റോഡുകൾ, ഒരുപാട് കുടിവെള്ള പദ്ധതികൾ, ഒരുപാട് വാർഡുകൾ അടിസ്ഥാനമായി ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവന്നുണ്ട്. അപ്പോൾ എന്തായാലും പാലക്കാടിന് ഉപകാരമായ ഒരു MLA ആണ്. ഒരുപാട് വികസനം എന്താണ് തെളിയിക്കുന്ന ഒരു MLA ആയിരുന്നു. ഇനി വരുന്ന MLA അങ്ങനെ ആയിരിക്കുമെന്നാണ് കരുതുന്നത്. എല്ലാവരും രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ അഭ്യർത്ഥിക്കും. ഇപ്പോഴത്തെ ഷാഫി പറമ്പ് ചെയ്ത പോലെ ഈ രാഹുൽ മാങ്കൂട്ടം ചെയ്യും. അത് ഫുൾ ഗ്യാരണ്ടിയാണ് ഞങ്ങൾക്ക്. ഇപ്പോൾ 15,000 വോട്ടിന് മേലെ വിജയിക്കും. വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കും ഇവിടെ. പിന്നെ ആൾക്കാർ പലതും പറയുന്നുണ്ട്. അതൊന്നും നിങ്ങളത് ആരും കേൾക്കും വേണ്ട. ഇവിടെ രാഹുൽ മാങ്കൂട്ടം നല്ല വിജയിക്കും. അതിന് യാതൊരു സംശയമൊന്നുമില്ല. അവിടെ ഞങ്ങളൊക്കെ അതിന് റെഡിയായി നിൽക്കുന്നു. ഇവിടെ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് കുറേ വർഷങ്ങളായി ഇവിടെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മഴക്കാലത്ത് അവിടെ പോയി ആരും കയറാൻ പറ്റില്ല. അതൊരു രൂപമാക്കി തന്നത് ബഹുമാനപ്പെട്ട ഷാഫി പറമ്പ് MLA ആണ്. അതുമാതിരി തേരിന് ഒരു വർഷം തേര് നടക്കുമ്പോൾ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. ഈ ഇലക്ട്രിസിറ്റി ബോർഡല്ല ഇലക്ട്രിക് വയർ കൊണ്ടുള്ള ഒരു പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങളൊന്നും ഇല്ലാകാതിരിക്കാനും കറണ്ട് പോകാതിരിക്കാനും വേണ്ടി അയാൾ അണ്ടർഗ്രൗണ്ട് കേബിൾ ഇവിടെ നടത്തി തന്നു. അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു തന്നിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടമാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി. അദ്ദേഹവും ഷാഫി പോകുന്ന വഴിയിലും എല്ലാ വികസനങ്ങളും ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സാധാരണ ജനങ്ങൾക്ക് വേണ്ടി പോരാടി സാധാരണ സ്ത്രീകൾക്കും കുട്ടികൾക്കും നടക്കുന്ന അക്രമത്തിനും അനീതിക്കുമെതിരെ പോരാടി നിലവിൽ വന്ന കേസുകളാണ് ഈ 48 കേസുകൾ. അപ്പോൾ നിലവിൽ പറയുകയാണെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടം ഇന്ന് ജനസമൂഹങ്ങളിൽ ഇന്ന് ഏറ്റവും വലിയ സ്വീകാര്യനായ ഒരു നേതാവായി മാറിക്കഴിഞ്ഞു എന്നുള്ള സത്യം എല്ലാവർക്കും അറിയാം. പിന്നെ ഒരു ചെറുപ്പക്കാരനാണ്, യുവത്വത്തിന്റെ പ്രതീകമാണ്. അതുകൊണ്ട് രാഹുലിനെ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഞാൻ ഒരിക്കൽ കൂടി. അതുപോലെ തന്നെ പല പല നല്ല കാര്യങ്ങൾ ഷാഫി തുടങ്ങി വെച്ച പല പദ്ധതികളും ഇവിടെയുണ്ട്. അതായത് നമ്മുടെ ഷാഫിയുടെ പദ്ധതിയാണ് നമ്മുടെ പാലക്കാട് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ്. അതുപോലെ തന്നെ ഒട്ടനവധി പദ്ധതികൾ എണ്ണിയാൽ തീരാത്ത പദ്ധതികൾ ഷാഫി നടപ്പാക്കിയിട്ടുണ്ട്. ഷാഫി പറമ്പിൽ രാഹുൽ നിൽക്കുന്നുണ്ട് ഇവിടെ വോട്ടിന് വേണ്ടി. രാഹുലിനെ എപ്പോഴും ഞങ്ങൾ കൈവിട്ട് കൊടുക്കില്ല. പാലക്കാടിൻ്റെ MLA പഴയ MLA ഷാഫി പറമ്പ് ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവന്നുണ്ട്. അതിലൊന്നാണ് KSRTC, മെഡിക്കൽ കോളേജ്, സിന്തറ്റിക് ട്രാക്ക്, ഒരുപാട് റോഡുകൾ, ഒരുപാട് കുടിവെള്ള പദ്ധതികൾ, ഒരുപാട് വാർഡുകൾ അടിസ്ഥാനമായി ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവന്നുണ്ട്. അപ്പോൾ എന്തായാലും പാലക്കാടിന് ഉപകാരമായ ഒരു MLA ആണ്. ഒരുപാട് വികസനം എന്താണ് തെളിയിക്കുന്ന ഒരു MLA ആയിരുന്നു. ഇനി വരുന്ന MLA അങ്ങനെ ആയിരിക്കുമെന്നാണ് കരുതുന്നത്. എല്ലാവരും രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ അഭ്യർത്ഥിക്കും. ഇപ്പോഴത്തെ ഷാഫി പറമ്പ് ചെയ്ത പോലെ ഈ രാഹുൽ മാങ്കൂട്ടം ചെയ്യും. അത് ഫുൾ ഗ്യാരണ്ടിയാണ് ഞങ്ങൾക്ക്. ഇപ്പോൾ 15,000 വോട്ടിന് മേലെ വിജയിക്കും. വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കും ഇവിടെ. പിന്നെ ആൾക്കാർ പലതും പറയുന്നുണ്ട്. അതൊന്നും നിങ്ങളത് ആരും കേൾക്കും വേണ്ട. ഇവിടെ രാഹുൽ മാങ്കൂട്ടം നല്ല വിജയിക്കും. അതിന് യാതൊരു സംശയമൊന്നുമില്ല. അവിടെ ഞങ്ങളൊക്കെ അതിന് റെഡിയായി നിൽക്കുന്നു. ഇവിടെ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് കുറേ വർഷങ്ങളായി ഇവിടെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മഴക്കാലത്ത് അവിടെ പോയി ആരും കയറാൻ പറ്റില്ല. അതൊരു രൂപമാക്കി തന്നത് ബഹുമാനപ്പെട്ട ഷാഫി പറമ്പ് MLA ആണ്. അതുമാതിരി തേരിന് ഒരു വർഷം തേര് നടക്കുമ്പോൾ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. ഈ ഇലക്ട്രിസിറ്റി ബോർഡല്ല ഇലക്ട്രിക് വയർ കൊണ്ടുള്ള ഒരു പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങളൊന്നും ഇല്ലാകാതിരിക്കാനും കറണ്ട് പോകാതിരിക്കാനും വേണ്ടി അയാൾ അണ്ടർഗ്രൗണ്ട് കേബിൾ ഇവിടെ നടത്തി തന്നു. അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു തന്നിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടമാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി. അദ്ദേഹവും ഷാഫി പോകുന്ന വഴിയിലും എല്ലാ വികസനങ്ങളും ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സാധാരണ ജനങ്ങൾക്ക് വേണ്ടി പോരാടി സാധാരണ സ്ത്രീകൾക്കും കുട്ടികൾക്കും
നടക്കുന്ന അക്രമത്തിനും അനീതിക്കുമെതിരെ പോരാടി നിലവിൽ വന്ന കേസുകളാണ് ഈ 48 കേസുകൾ. അപ്പോൾ നിലവിൽ പറയുകയാണെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടം ഇന്ന് ജനസമൂഹങ്ങളിൽ ഇന്ന് ഏറ്റവും വലിയ സ്വീകാര്യനായ ഒരു നേതാവായി മാറിക്കഴിഞ്ഞു എന്നുള്ള സത്യം എല്ലാവർക്കും അറിയാം. പിന്നെ ഒരു ചെറുപ്പക്കാരനാണ്, യുവത്വത്തിന്റെ പ്രതീകമാണ്. അതുകൊണ്ട് രാഹുലിനെ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഞാൻ ഒരിക്കൽ കൂടി. അതുപോലെ തന്നെ പല പല നല്ല കാര്യങ്ങൾ ഷാഫി തുടങ്ങി വെച്ച പല പദ്ധതികളും ഇവിടെയുണ്ട്. അതായത് നമ്മുടെ ഷാഫിയുടെ പദ്ധതിയാണ് നമ്മുടെ പാലക്കാട് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ്. അതുപോലെ തന്നെ ഒട്ടനവധി പദ്ധതികൾ, പറയാൻ എണ്ണിയാൽ തീരാത്ത പദ്ധതികൾ ഷാഫി നടപ്പാക്കിയിട്ടുണ്ട്. ഷാഫി പറമ്പിൽ